അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധമായ ബദറിന്റെ രാവിലാണ് നാം ഉള്ളത്. സത്യവും അസത്യവും ഏറ്റുമുട്ടിയ, സമർപ്പണവും ത്യാഗവും നിറകവിഞ്ഞൊഴുകിയ ഒരു വിശുദ്ധമായ രാവാണ് പരിശുദ്ധമായ ബദറിന്റെ രാവ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥമായ രൂപത്തിൽ അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയ സ്വഹാബാക്കളാണ് ബദരീങ്ങൾ എന്നുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും ബദർ യുദ്ധത്തിന് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ടാണ് ബദർ എന്ന് പറയുന്ന അതിമഹത്തമായ ഒരു യുദ്ധം നടന്നത്. കേവലം 313ഓളം വരുന്ന സ്വഹാബാക്കളും 1000-ൽ പരം ശത്രു സൈന്യവുമായി ഏറ്റുമുട്ടിയപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് ഉറച്ച ഈമാനും ഉറച്ച ത്യാഗവുമായിരുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഷഹീദാകാൻ വേണ്ടി മാത്രം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടവരാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുമെല്ലാം. അവർക്കറിയാമായിരുന്നു ഇവിടെ പോയാൽ, യുദ്ധത്തിനിറങ്ങിയാൽ ഷഹീദാകും. എന്നാൽ ആ ഷഹീദ് കൊണ്ട് അവർ ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗമാണ്. എന്നാൽ അള്ളാഹു തആല അവന്റെ സ്വർഗം നേടുന്നതിന് വേണ്ടി അള്ളാഹു വച്ച മാനദണ്ഡം അള്ളാഹുവിന്റെ മഗ്ഫിറത്തായിരുന്നു. അവർ ആ മഗ്ഫിറത്തിനെ മേടിച്ചെടുത്തത്, അള്ളാഹുവിൽ നിന്ന് വാങ്ങിച്ചെടുത്തത് പരത്യാഗം കൊണ്ടായിരുന്നു. അത് ബദറിലായിരുന്നു. പ്രിയമുള്ളവരെ, ഓരോ ബദറും നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ വിശ്വാസിയുടെ ഹൃദയത്തിൽ വേണ്ടത് ബദറിൽ അസ്ഹാബുൽ ബദർ കാഴ്ചവെച്ച അവരുടെ പരത്യാഗമാണ്, സഹനമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാൻ അവർ കാണിച്ച മനസ്സാണ് നമുക്കും വേണ്ടത്. ഈ ബദർ അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.